ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വാഴക്കൂമ്പ് കൊണ്ടുള്ള ഒരു തോരനാണ്. ഇത് ഞാനിവിടെ റെഡിയാക്കുന്നത് വേവിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പലരും ഒന്ന് ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഇത് വേവിക്കാതെ ഉണ്ടാക്കുന്നത്? എല്ലാവരും വാഴക്കൂമ്പ് വേവിച്ചല്ലേ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ പണ്ട് കാലങ്ങളിൽ പഴമക്കാർ വേവിക്കാത്ത ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം, എങ്ങനെയാണ് ഈ വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്നത്? എന്തൊക്കെ കഴിക്കുക, എന്തൊക്കെ കഴിച്ചുകൂടാ എന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ പുതുതലമുറയ്ക്ക് തീർച്ചയായിട്ടും അറിയാത്തൊരു കാര്യമാണ്. ഇനി നമുക്ക് വാഴക്കൂമ്പ് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ വാഴക്കൂമ്പിനെ എടുത്ത് പോളകൾ പൊളിച്ചിട്ട് ചെറുതായിട്ട് അരിയേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് അരിഞ്ഞെടുക്കാം എന്ന് നോക്കാം. വളരെ ചെറുതായിട്ടാണ് ഇത് കൊത്തി അരിയേണ്ടത്. അപ്പോൾ ഞാൻ വാഴക്കൂമ്പ് വളരെ നൈസായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ നേരത്തെ എടുത്ത ഇഞ്ചിയും വളരെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് വളരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും വളരെ നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണയാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് കൊത്തി നുറുക്കിയതിൽ നാരിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്ന് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് തിരുമ്മിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ നാരൊക്കെയും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഏതാണ്ട് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഇഞ്ചിയെയും നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. അതിലേക്ക് ഇനി നുറുക്കി വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും കറിവേപ്പില, ജീരകം കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഒരു 1/4 സ്പൂൺ ജീരകം ഇതിൽ ചേർത്ത് കൊടുത്ത് ഇത് ഇനി നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കും. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക. ഏതാണ്ട് അത് ശരിയായി. ഇനി അവസാനം ഇതിലേക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം, ഞാൻ വളരെ ചെറുതായിട്ടാണ് ചിരകി വെച്ചിരിക്കുന്നത്. ഇത് കഷ്ണമായിട്ടാണ് ചിരകുന്നതെങ്കിൽ മിക്സിയിലൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുക. ഒരു കറക്ക് മിക്സിയിൽ അത് മതി. ഇനി നാളികേരം ഇതിലേക്ക് ഇടുക. ഇനി വീണ്ടും നന്നായിട്ട് ഈ മിശ്രിതം നന്നായിട്ട് ഇളക്കി തിരുമ്മി യോജിപ്പിക്കുക. ഇപ്പം നമ്മളുടെ വാഴക്കൂമ്പ് തോരൻ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇതിപ്പോൾ തിരുമ്മി യോജിപ്പിച്ചത് കൊണ്ട് ഇതിൽ നാരോ അങ്ങനെയുള്ള ഒന്നുമില്ല. നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാ ചേരുവയും കറക്റ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് വീട്ടിൽ ചെയ്ത് നോക്കുക. നമുക്ക് വാഴക്കൂമ്പൊക്കെ നമുക്ക് മാർക്കറ്റിലും കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എല്ലാ വീടുകളിലും വാഴ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ വാഴക്കൂമ്പ് എടുത്ത് നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു തോരനാണ്. വേവിക്കാത്ത വാഴക്കൂമ്പ് തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്.